Hey guys, welcome back to Lamara Vlog. So ഇന്ന് നമ്മളെല്ലാരും കൂടെ മീൻ പിടിക്കാൻ പോവുകയാണ്. അല്ലേ ഓവർ പറയാടോ? മീൻ പിടിക്കാനായിട്ട് പോകും മീൻ കൂട്ടില്. എന്നിട്ട് നമ്മളിന്നൊരു അവലിനെ കൊണ്ടുവരും. ആണോ? ആവോലി അവിടെ കാണാം അതൊക്കെ. അവലി കടലിൽ. ആവോലി കടയെ നമ്മുടെ ചെറുക്കൻ പോലെ. എടാ വണ്ടി ഇടിച്ചിടിച്ച്. അണ്ണാ മീൻ പിടിക്കാൻ ബ്ലോഗ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ബൈ. So guys, നമ്മുടെ ചെറുക്കന്മാരെത്തി. വരുമോ നീ? സ്ഥലം മാത്രമേ ഉള്ളോ? ഓക്കെയാണോ വണ്ടി? എല്ലാം വരുന്നുണ്ട് ഗൈസ്. എടാ എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പാടാണോ? ഓക്കെ അപ്പൊ പറയുന്നത് എന്തോടാ എന്തോ പറഞ്ഞു എല്ലാരും വാങ്ങ. സോ ഇന്ന് നമ്മളെല്ലാം കൂടെ മീൻ പിടിക്കാൻ പോവുകയാണ്. ഒരു താത്ത വന്നില്ലേ, ആക്ച്വലി വിഷുവിന്റെ വ്ലോഗ് ഉണ്ട്, അത് ഇറക്കിയിട്ടില്ല ഇതുവരെ. അതിന്റെ ഫയൽ എന്നെ പോയി ഗൈസ്, അത് റിക്കവർ ചെയ്തെടുക്കണം. സോ ടൈം എടുക്കും. അപ്പൊ ഞാൻ തരാം. നമ്മള് മീൻ പിടിക്കാൻ പോകണം. സോ ഗൈസ് നമ്മുടെ ഗൗരി ഇവിടെ എത്തുന്നുണ്ട്. ഗൗരി ബ്രോ, വെൽക്കം ടു ദ വ്ലോഗ്. ഓ ബിസിയാണ് ഗൈസ്, ഹീസ് എഞ്ചിനീയർ. സോ ഹീസ് ഓൾവേസ് ബിസി, വർക്ക് നടന്നുകൊണ്ടിരിക്കുക സൈറ്റില്. ആ സൈറ്റിലെ പണി കളഞ്ഞിട്ടാണ് ചെറുക്കൻ നമ്മുടെ അടുത്ത് മീൻ വണ്ടി എടുത്ത് ആരാ? നമ്മുടെ അടുത്ത പയ്യൻ വരുന്നു. അടുത്ത പയ്യൻ നമ്മുടെ ശ്രീകുട്ടൻ. ഗൈസ് എനിക്ക് എപ്പോഴും എന്റെ ഗെയിമിംഗ് ചാനലില് ഫുള്ള് മണി ബേബിന്റെയും ഫുള്ളി സൂപ്പർ ചാനാണ്. അളിയാ നിക്കറിയാ? അല്ലെ മീൻ പിടിക്കാൻ റെഡിയല്ലേ? മീൻ കിട്ടുവോ നമുക്ക്? കിട്ടുവോ? മുറ്റോണല്ലോ മുത്ത് ഗൈസ്. എന്റെ സൂപ്പർ ചാറ്റ് ഒളിയാണ് ഇവൻ. അടുത്ത ഇന്ന് ബൈറ്റേക്കില്ലേ? തെറ്റാ. മീൻ പിടിക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഗൗരി നമ്മുടെ സീക്വൻറ്റൊക്കെ ബാക്കിൽ കിട്ടുന്നുണ്ട്. സച്ചും അപ്പൂസും ഫ്രണ്ടിൽ പോയി. ഞാനും പതുക്കെ മഴക്കോളുണ്ട് ഗൈസ്. വേണ്ട ഗൈസ്, മഴക്കോളുണ്ട്. നമ്മുടെ ടൗൺ എത്തിയോ? മഴ പെയ്യുന്നുണ്ടല്ലോ. അവിടെ അങ്ങോട്ട് ഇല്ലെന്ന് തോന്നുന്നു. ആണ് നമ്മുടെ കൊളത്തൂപ്പുര ടൗൺ. എടാ നീ ബാക്ക് ചിന്തിക്കണേ. പയ്യന്മാരെ ബാക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ കൊളത്തൂപ്പുര ടൗൺ. നല്ല തണുപ്പുണ്ട്. പകരം പതിയെ പൊട്ടാ കാറ്റ്. ആഹാ, ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ്. തൊട്ടപ്പുറത്താണ് ആറ്. കാണാൻ പറ്റുന്ന അറിയത്തില്ല. കാണുവാടാ ബ്രോ? ആറുണ്ടോ ഗൈസ്? ആറ് മീൻ പിടിക്കുന്നുണ്ട്. നോക്കി പിടിക്കും. സോ ഈ കല്ലടയാറാണ് നമ്മൾ, അവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. മീൻ മൂടെന്ന് പറയും അങ്ങോട്ട് പോകുമ്പോ. അക്കോ ഗൈസ് ഇപ്പൊ എത്തും നമ്മള്. ഇനി കണ്ടോ, ഇനി എന്റെ താണ്ടവം എടുത്തെല്ലാം ബാക്കി വണ്ടിയില്ല. നോക്കിപ്പോ ഇൻഡിക്കേറ്ററാ. ആക്ച്വലി ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. കേരള പബ്ലിക് അല്ല, ഇത് വേറെയാ. ഫോറസ്റ്റിന് പോണെന്നിടാ. രണ്ടു മുന്നേ ഇവിടെ നമുക്ക് ഒരു ചത്ത ടൈഗറിനെ കിട്ടിയ, ചത്ത പുലിയെ കിട്ടിയത്. അതിന്റെ ക്ലിപ്പ് ഞാൻ സൈഡ് ഇട്ടേക്കാം. അത് ഇവിടുന്നാണ് പുലിയെ കിട്ടിയത്. സോ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ആറ് കാണാം. അതൊന്ന് അവിടെ ഇറങ്ങി നോക്കിട്ട് പോവാം. നോക്കിട്ട് പോലെ പാലത്തെ ആൾക്കാരുണ്ട്. പാലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞോ ഈ അങ്ങനെയുള്ള പൊട്ട ഇതാണ് പാലം. ഇങ്ങോട്ട് പോയ കട്ടിളപ്പറാവോ ആൾക്കാരാണ് ഗൈസ്. തിരിക്കാൻ ഗൈസ്. ഇവിടെ നിൽക്കുന്നതാണ് ഗേൾസ് കൊണ്ട് ഗൈസ്. ഇവിടെ മഴ കയറുമ്പോ ആൾക്കാർ ഇവിടെ ചാടി കുളിക്കുന്നത്. മഴ കയറുമ്പോഴേ വെള്ളം കയറുമ്പോ ഇവിടുന്ന് ആൾക്കാർ ചാടുന്ന. ഇവിടുന്ന് ചാടും, ഈ പാറയിലേക്ക് ചാടും. ആരൊക്കെ ആക്സിഡന്റ് വരുന്നുണ്ടോ? ആരൊക്കെ വീണിട്ടുണ്ട്? താഴെ ആൾക്കാർ വീണ് മരിക്കുന്ന സ്ഥലം കാണിച്ചരാ. സോ നമ്മളിപ്പോ മീൻ മൂടല്ല, ഇതിപ്പം എക്സ് സർവീസ് എന്ന് പറയും. എക്സ് സർവീസ് അല്ല, നമ്മുടെ പയ്യന്മാർ എത്തുന്നുണ്ട്. ഗൗരിയൊക്കെ എണ്ണ അടിക്കാൻ കയറി. നമുക്ക് നമ്മുടെ വണ്ടി പിന്നെ എണ്ണയുണ്ട് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഫുൾ ടാങ്ക് ചുമ്മാ തള്ളി എണ്ണയുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് കാടുണ്ട്. അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. കാണിച്ചു തരാം. പഴയ ചെങ്കോട്ട ട്രിവാൻഡ്രം ചെങ്കോട്ട റോഡ് അതുവഴിയായിരുന്നു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡാ. അതാ മറ്റേ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡ് കളിയാ. പഴയ എന്തോ അതിന്റെ പേര്? ചെങ്കോട്ട റോഡെന്നോ? അവിടെ നമ്മളിപ്പോ ഉള്ള സ്ഥലമല്ലേ ഇപ്പൊ മീൻമൂട്. അപ്പടാ പോലെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡുണ്ടായിരുന്നു അവിടെ.
അവിടെ ബംഗ്ലാവ് അത് പൊങ്ങി വന്നത് ആ എടാ പഴയ റോഡുണ്ട് അവിടെ. പണ്ട് ബ്രിട്ടീഷുകാര് പണ്ടത്തെ ചെങ്കോട്ട റോഡ് അതുവഴിയായിരുന്നു. അടിച്ചൊക്കെ ചെയ്യും. മറ്റേ ചേട്ടനെ ആഡ് ചെയ്യണ്ടാ. വേണ്ട കട്ട് കളയാം. ചെറിയ സീൻ ഉണ്ടായിരുന്നു, ഞാൻ ഇടുന്നില്ല, പറയുന്നില്ല. സോ ഇതാണ് ആറ്. അവിടെ ഫാമിലീസ് ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അടാ അറിയത്തില്ല, അറിയത്തില്ല കാണുന്നേ നമ്മുടെ കല്ലടയാറിന്റെ തീരത്ത് പാല നല്ല കാടാണ് ഗൈസ്. ഇവിടുന്ന് എടാ പുലിയെ കിട്ടിയ വാർത്തകൾ പറഞ്ഞ പുലിയെ കിട്ടിയേ അപ്പുറത്തും കിട്ടിയേ പുലിപ്പല്ല് അറിയാൻ വേണ്ടി ഗൗരിയൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഫോറസ്റ്റ് സൈഡ് എടുത്ത് അങ്ങോട്ട് പോവാം. അവര് വരട്ടല്ലേ? ഓക്കെ ഓക്കെ അവര് വരട്ടെ. സോ നല്ലൊരു അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ്. കാരണം സാധാരണ വെയിലാണ്, ഇപ്പൊ ഇന്ന് വെയിലില്ലല്ലയാ, നല്ല മുതുക്ക വെയിലാണ്. ഇപ്പൊ വെയിലില്ല. അല്ല കരട് പറഞ്ഞ മഴക്കോളും ഒരു ക്ലൈമറ്റ്. അതുകൊണ്ട് നിന്റെ മൈക്കുണ്ടേ, നീ ശ്വാസം വിടുന്ന ഇതിൽ കേൾക്കും. യുനോ സോ അവരോട് വരട്ടെ, വന്നിട്ട് നോക്കാം. പാലത്തിന്റെ പേര് നോക്കൂ. കട്ടിലപ്പാറ പാലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം കല്ലടയാറ്. ഞങ്ങൾ ഇതിന്റെ തീരത്തല്ല, എന്നാലും ഇതിന്റെ അടുത്തൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. സോ തെമ്മല ഭാഗത്തിന്റെ ഇല്ലടാ, തെമ്മല ഇല്ലേ, ചെന്തുണ്ണി വൈൽഡ് ലൈഫ് അതിന്റെ ഭാഗത്തെ പെടുന്ന സംഭവമാണ് ഇതൊക്കെ. നോക്കടാ, കാട കാണിച്ചടാ. സോ ഇതിനകത്താണ് കൈസ് നമുക്ക് പുലിയൊക്കെ കിട്ടിയത്. പുലിയുടെ ജഡം കിട്ടിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. അവിടെ ഫുള്ള് വെള്ളമൊക്കെ, അവിടെ ആറല്ല, വെള്ളം കയറി കിടക്കുകയാണ്. പിള്ളേരെ കൊണ്ട് ആദ്യമാര് പോട്ടെ. നമ്മ അങ്ങോട്ട് പോവാം. ഒരു അശ്രദ്ധ മതി ജീവിതം മാറി മറിയാൻ. ഓ എന്ത് രസമല്ലേ എടാ, നിന്റെ അശ്രദ്ധ എന്ന് പറഞ്ഞിട്ട് നീയേ നേരെ ഞാൻ നോക്കുന്നുണ്ട്. ഐ നോ. വിറകായിട്ട് പോകുന്നുണ്ട്. വണ്ടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കണ്ടാ എന്ത് രമണി, പ്രകൃതി രമണീയത അല്ലേ? കണ്ടാ കേരള വനവകുപ്പ് വന്യജീവി വനവകുപ്പ്. ഓക്കെ, അപ്പുറത്തൊരു മലയുണ്ട്, വനവകുപ്പ്. പക്ഷേ വന്യജീവി വകുപ്പ് ബോർഡ് കാണിച്ചാ. ഓക്കെ, ബോർഡ് കണ്ടല്ലേ. നിയമപ്രകാരമുള്ള അറിയിപ്പ്. റിസർവ് വനത്തിൽ അനുമതി കേരള കണ്ടല്ലോ, വായിച്ചു. അതാണ് സംഭവം. വരൂ. എടാ എന്റെ ഫോൺ എടുത്താ. ഗുഡ് ബോയ്. പോവാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു ഗേറ്റ് പോലെ സംഭവം ഉണ്ട് ഗൈസ്. അതാണ് നമ്മുടെ കല്ലടയാറ്. നേരെ ഡാമിലേക്കാണ് പോകുന്നത്, വെള്ളമല്ല. വാ, സോ നമ്മള് പോവാണ്. ബാ മക്രു വേടാ, ഓടിയാ. ലെറ്റ്സ് ഗോ. തുടങ്ങി ഗൈസ്, നോക്കൂ, കാണിക്കടാ മക്രു. ഇവിടാണ് ആൾക്കാർ. ഇവിടെ ഇതിന്റെ അപ്പുറം ഈ ഹൈറ്റ് വരെ വെള്ളം വരും മഴക്കാലത്ത്. ഇപ്പൊ മഴയില്ല, ഒരു വെള്ളപ്പൊക്കം. നമ്മൾ അന്ന് വെള്ളമൊക്കെ പൊങ്ങിയായിരുന്നു. ആ സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ആക്ച്വലി ഫുള്ള് ചെളിയായിരുന്നു ഇവിടം വരെ. നോക്കിയാൽ അത്രേ ഡെപ്തില്, ഐ മീൻ ഹൈറ്റില് വെള്ളം കയറും. കാണുന്നതാണ് പണ്ട് ട്രിവാൻഡ്രം ചെങ്കോട്ട റൂട്ട് ബ്രിട്ടീഷര് പണിഞ്ഞ റോഡാണ്. എടാ കാണിച്ചാണ് അങ്ങോട്ട്. അങ്ങനെ റോഡ് ഉണ്ടായിരുന്നു കേസ്. ഇപ്പൊ എല്ലാം വെള്ളം പോയി. ഇപ്പോഴാണ് പുതിയ റോഡുള്ളത്. അവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ മീൻ പിടിക്കുന്നത്. നമ്മുടെ തെമ്മല എർത്ത് ഡാമിന്റെ സൈഡാണ് അതൊക്കെ. പിന്നെ ഡാമും മെയിൻലി എർത്ത് ഡാം സൈഡ്. എർത്ത് ഡാം കഴിഞ്ഞിട്ട് നമ്മുടെ തെമ്മല ഡാം. ഈ വെള്ളം അങ്ങോട്ടാണ് പോകുന്നത്. നല്ലൊരു കാലാവസ്ഥയാണ്. മഴയില്ല, മഴ മാറിയിട്ട് നിൽക്കുകയാണ്. മഴ പെയ്തായിരുന്നു. വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു ഗൈസ്. ഫുള്ള് വെള്ളം വെച്ചാൽ നാടെ ഈ കുഴി അങ്ങ് നിറഞ്ഞ് ഇത്ര പൊങ്ങി നിൽക്കും. ആണ്ടേ ഈ കമ്പ് കാണിച്ചേ, അവിടെ വരെ വെള്ളം കയറും, പൊങ്ങി. നൈസ് വ്യൂ ആണ്. ആക്ച്വലി അങ്ങോട്ട് ആരെയും അങ്ങനെ വിടത്തില്ല. പിന്നെ നമ്മളിവിടുത്തെ റെസിഡൻസ് ആയതുകൊണ്ട് സോ വി ആർ അലൗഡ്. സോ അങ്ങ് ദൂരെ എൻ്റെ ബ്രദറായ അനന്തവും അതുപോലെ അപ്പൂസും കാണുന്നുണ്ട്. അവരെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വളഞ്ഞ് അങ്ങനെ പോകണം ഗൈസ്. നല്ല ദൂരമുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. വീഡിയോ മീൻ പിടിക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരാണ്. ടൂറിസ്റ്റ് അങ്ങനെ അലൗഡ് അല്ല. ടൂറിസ്റ്റ് അങ്ങനെ വരത്തില്ല, അവർക്ക് അറിയത്തില്ല ഈ സ്പോട്ട്. സോ ഇവിടെ അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ചെല്ലുന്നത്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങാടം എന്ന് പറഞ്ഞാൽ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്, എനിക്കറിയില്ല. ഇതിങ്ങനെ കമ്പിയിട്ട് കുത്തി അടിച്ച് കയറി ഇവിടുന്ന് കമ്പി 3 തടി, മരത്തിന്റെ തടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇവർ ഇറക്കും ഇവിടെ. ആക്ച്വലി ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്. ഇപ്പൊ ഇത് എടുക്കത്തില്ല, കാരണം വെള്ളമില്ല ഗൈസ്. വെള്ളമില്ല, കണ്ടറിയാം വെള്ളമില്ല. കമ്പൊക്കെ കുത്തി തുഴഞ്ഞു പോകും. ഇപ്പൊ ഈ സാധനം എടുക്കാറില്ല, കാരണം വെള്ളമില്ലല്ലോ. ലെറ്റ്സ് ഗോ. പൂമ്പാറ്റകളുടെയാണ് എനിക്ക് തോന്നുന്നു. ആ തെമ്മലിലെ സംഭവമൊക്കെയാണെന്ന് തോന്നുന്നു. വരുമെന്നറിയില്ല. നൈസ് വൈബ് അല്ലേ? സോ ഇതാണ് ഗൈസ് നമ്മുടെ തെമ്മല ഡാമിനടുത്തുള്ള നമ്മുടെ മീൻമുട്ടിലെ കാഴ്ചകൾ. കണ്ടില്ലേ, ഫുള്ള് പൂക്കളും കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ അങ്ങോട്ട് കുറേ കാഴ്ചകളുണ്ട്. തെമ്മല ഡാമിന്റെ സൈഡിലേക്കുള്ള കാഴ്ചകളുണ്ട്. അതെല്ലാം കാണാം. ടിൽ ദെൻ ബൈ.